വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ പൾസർ 220 ആണ്. നമ്മുടെ റെവല്യൂഷണറി ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ബജാജിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ ആ ഒരു കാലത്ത് ഇതും പിന്നെ കരിഷ്മ ആറൊക്കെ ആയിരുന്നു നമ്മുടെ ഫേവറേറ്റ് വണ്ടികൾ. അപ്പോൾ എനിക്ക് ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ നോക്കണത്. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും പുതിയ മോഡലായ പൾസർ 220 BS6 വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലെഗസി ഇപ്പോഴും ആ നിലനിൽക്കുന്നുണ്ട്. അത്രയും വർഷങ്ങളായിട്ടും ആ 220 ബജാജ് ഇപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്ട് അതിപ്പോഴും അതേ ആ ഒരു ഷേപ്പിൽ തന്നെ, അതിൻ്റെ ഷേപ്പൊന്നും കളയാണ്ട് ഇപ്പോഴും അതേ ആ ഒരു മോഡൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമ്മുടെ 220 ആ ലുക്ക് ഹാഫ് ഫെയ്ഡ് വണ്ടി ബജാജിൻ്റെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു ലുക്ക് ഇതുവരെ ഒരു മാറ്റം വരത്തില്ല. എനിക്ക് അത് ഇപ്പോഴും എടുത്തു പറയാം. പിന്നെ ബജാജിൻ്റെ ഫസ്റ്റ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വണ്ടിയാണ് നമ്മുടെ പൾസർ 220. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കാം. ഫ്രണ്ടിലത്തെ ലുക്സിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇവിടെ നമുക്കൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്, ഇവിടെ ബ്രൈറ്റ്, ഇവിടെ 2 പാർക്ക് ബൾബ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കാൻ പോയ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 280mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് വിത്ത് സിംഗിൾ ചാനൽ ABS ആണ്. നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ്. ബാക്കിൽ ABS ഇല്ല, ബട്ട് സെൻസർ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSോടുകൂടിയാണ് നമ്മൾ പൾസർ 220 അവൈലബിൾ ആക്കിയേക്കണേ. പിന്നെ MRFൻ്റെ യൂറോ ഗ്രിപ്പ് ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കണേ. പിന്നെ നമുക്ക് എഞ്ചിൻ സൈഡിലേക്ക് പോകാം. എഞ്ചിൻ സൈഡ് നിങ്ങൾക്കറിയാം, ബജാജിൻ്റെ DTSI ട്വിൻ സ്പാർക്ക് ടെക്നോളജിയുള്ള ഒരു എഞ്ചിനാണ് നമ്മുടെ 220. അപ്പോൾ എഞ്ചിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു 220cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയ ഒരു ഓയിൽ കൂളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 21 bhp ഉണ്ടായി. BS4 ഇതിന് ഏകദേശം ഒരു 20 bhp പ്ലസ് ഉണ്ട് നമ്മുടെ പൾസർ 220 BS6 വേരിയൻ്റ്. അതുകൊണ്ടാണ് ടോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 18.5 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 20 bhp പ്രൊഡ്യൂസ് ചെയ്യണം 9000 RPM, ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം 7500 RPM നമുക്ക് ആ ഫുൾ ടോർക്ക് അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ വണ്ടിയുടെ നമുക്ക് അവൈലബിൾ ആവുന്നത്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ 220 ഈ ഒരു കൗള് വന്നു തുടങ്ങിയത്. ഇവിടെ നമുക്ക് കാണാം BS6ൻ്റെ ആയിട്ട് ഇവിടെ ഒരു ക്യാറ്റ് കൺവേർട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്രാഷ് ഗാർഡും നമുക്കിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ എക്സോസ്റ്റ് സെയിം ഡിസൈനൊക്കെ തന്നെയാണ്, പക്ഷേ ഇതൊരു ഫുള്ളി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു മാറ്റ് ഫിനിഷിലൂടെയാണ് എക്സോസ്റ്റ് വന്നേക്കുന്നത്. ഈ എക്സോസ്റ്റിൻ്റെ വില എന്ന് പറയുമ്പോൾ 10,000 rupees ഉണ്ട് ഈ എക്സോസ്റ്റിൻ്റെ വില മാത്രം. പിന്നെ ബാക്കിലത്തെ ഡിസ്ക് സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 230mm ഡിസ്ക്കാണ്. ബാക്കിൽ നമുക്ക് ABS അവൈലബിൾ അല്ല, ബട്ട് അവിടെ സ്പീഡ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്നുള്ള ലുക്കും ഒരു വ്യത്യാസവും ഇല്ല, സെയിം തന്നെയാണ്. അതേ ആ ഒരു സിഗ്നേച്ചർ ടെയിൽ ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബൾബ് ഇൻഡിക്കേറ്റേഴ്സും നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കാൻ പോയാൽ നമുക്ക് ചെറിയ ഒരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ചെറിയൊരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ എന്ന് പറയാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ട്വിൻ നൈട്രോക്സ് ചാർജ് സസ്പെൻഷനാണ്, ഗ്യാസ് ചാർജ് സസ്പെൻഷനാണ് ബാക്കിൽ. അതും 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിളാണ് നമുക്ക് ബാക്കിലത്തെ സസ്പെൻഷൻ വന്നേക്കണേ. ഈ വന്ന വണ്ടിയിലാണ് ഈ ഒരു ഫിനിഷ്, ഒരു സ്റ്റിക്കർ ചെയ്തൊരു ഫിനിഷ്, അതായത് കാർബൺ ഫൈബർ ടെക്സ്ചറുള്ള ഒരു ഫിനിഷാണ് നമ്മുടെ ഈ ഒരു സൈഡ് പാനലിലും ഇവർ കൊടുത്തേക്കണം. പിന്നെ ഹോണിനൊന്നും വ്യത്യാസമൊന്നുമില്ല, അതും പറയുന്നുണ്ട്. ബജാജ് പൾസറിൻ്റെ ഹോൺ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹോണാണ്, ഡുവൽ ടോൺ ഹോണാണ്. അതും ഭയങ്കര സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു ഹോണാണ് നമ്മുടെ പൾസർ 220. പിന്നെ നോക്കാൻ പോയാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത് കൂടാണ്ട് സ്ലിപ്പർ ക്ലച്ച് ഒന്നുമില്ല, നോർമൽ വെറ്റ് ക്ലച്ചോടെയാണ് നമ്മുടെ പൾസർ 220 വന്നേക്കണേ. പിന്നെ ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാൻ പോയാൽ 165mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് അത്യാവശ്യം സിറ്റിയിലേക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പൾസർ. പിന്നെ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് റെഡ് ആൻഡ് ബ്ലൂ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് വേണ്ടവർക്ക് സിമ്പിൾ ടെക്നിക്കാണ്. ഈ റെഡ് ഭാഗം കണ്ടോ, അതങ്ങ് പറിച്ചു കളഞ്ഞാൽ മതി. ഫുൾ സ്റ്റിക്കേഴ്സാണിത്. നമുക്ക് ആ റെഡ് ഭാഗം പറിച്ചു കളഞ്ഞാൽ ഫുൾ ബ്ലാക്കായിട്ട് ആ ഒരു ബ്ലാക്ക് ലുക്ക് വണ്ടിയിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വണ്ടിമേ കയറി ഇരിക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ വെയിറ്റ് ആയിരിക്കും. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 155 kg ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് 795mm ആണ് സീറ്റ് ഹൈറ്റ്. എനിക്ക് ഹാഫ് ഫുട്ടാണ്, ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ്. സീറ്റൊക്കെ ആയാലും അത്യാവശ്യം നല്ല കുഷൻഡ് ആയിട്ടുള്ള സീറ്റാണ്. പിന്നെ അത് കൂടാണ്ട് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 15 liters ആണ്. മൈലേജ് നമുക്ക് 40, 45, 50 ഒക്കെ നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനും വന്നേക്കുന്ന സ്പ്ലിറ്റ് ഹാൻഡിൽ ബാർസ് ആണ്. നമുക്ക് റൈഡിങ് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്പോർട്ടി ആൻഡ് ടൂറിങ് പൊസിഷൻ എന്ന് വേണേൽ പറയാം. നല്ല ഒരു റൈഡിങ് പൊസിഷനാണ്. ഹാഫ് വേഡ് വണ്ടിയാണ്. മിറേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അവിടെ ഇട്ടാൽ തന്നെ, അപ്പോൾ അത്യാവശ്യം ചെറിയ മിറേഴ്സാണ്, ബട്ട് അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടും. ജസ്റ്റ് ഞാൻ മീറ്ററായി കാണിച്ചു തരാം. മീറ്ററിൽ ചെറിയ ഒരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ FI വന്നപ്പോഴത്തേക്കും. ഇവിടെ നമുക്ക് RPM നമ്മുടെ അനലോഗിലാണ് കാണിക്കുന്നത്. അതുകൂടാണ്ട് ഇവിടെ സ്പീഡ് കാണിക്കും. അതുകൂടാണ്ട് ഓഡോമീറ്ററിൽ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഫ്യൂൽ
ഫ്യൂൽ ഗേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ വാർണിംഗ് ഉണ്ട്, ഇവിടെ നമുക്ക് ഓയിലുണ്ട്, പിന്നെ ഇവിടെ പണ്ട് എയർ ഫിൽറ്ററിൻ്റെ സിമ്പിളായിരുന്നു, അതിപ്പോൾ മാറിയിട്ട് അവിടെ നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതായത് അതിൻ്റെ ആ ഒരു മാൽ ഫങ്ഷൻ ലൈറ്റിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ RPM ലിമിറ്റിൻ്റെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ഇൻഡിക്കേറ്റർ, ന്യൂട്രൽ, ബ്രൈറ്റ്, ABSഉം, പിന്നെ ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടെക്സ്ചർ ആയാലും ചെറിയ ഒരു നല്ലൊരു ടെക്സ്ചറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇതാണ് സീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല പ്രീമിയം ഫീലാട്ടോ. ഈ സീറ്റിൻ്റെ കവറായാലും ആ ഒരു നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല കുഷൻ്റാണ്. പില്ലിയൻ സീറ്റ് ആയാലും നല്ല ഒരു ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഗ്രാബ് റെയിലായാലും അത്യാവശ്യം നല്ലൊരു ഷേപ്പ് ഉണ്ട് ഗ്രാബ് റെയിലിന്. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം. സൗണ്ടൊന്നും വലിയ വ്യത്യാസമില്ല, കുറച്ചും കൂടെ ആ ഒരു NS വന്ന പോലെ ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും എക്സോസ്റ്റിൽ നിന്ന്. കണ്ടോ, ആ ഒരു ഹെവിനെസ് നമുക്ക് എക്സോസ്റ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ സൗണ്ടിന് വ്യത്യാസം. റിഫൈൻമെൻറ്റും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് FI ആയപ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം അല്ലേ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഫുട് പെഗ്സ് നമ്മൾ കുറച്ച് ബാക്കിലേക്കാണ്. അതുകൊണ്ട് റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലീൻ ഫോർവേഡ് കുറച്ചുണ്ട്. ഒരു സ്പോർട്സ് ടൂറർ എന്ന ആ ഒരു വണ്ടിയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ആ ടൈപ്പ് ഒരു റൈഡിങ് പൊസിഷനാണ് ശരിക്കും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. സസ്പെൻഷൻ എല്ലാം കുറച്ച് എന്താ പറയുക, ഒരു സോഫ്റ്റർ സൈഡിലേക്കാന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട് സസ്പെൻഷൻ ആയാലും ബാക്ക് സസ്പെൻഷൻ ഒരു മിഡ് റേഞ്ച് നമുക്ക് കൊടുക്കാം. ബാക്ക് സസ്പെൻഷൻ ഇപ്പോൾ ഹാർഡർ സൈഡിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. നമുക്കത് സോഫ്റ്റർ ആക്കാം, 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റർ സൈഡിലേക്ക് ആക്കി വെക്കാൻ പറ്റും നമ്മുടെ ബാക്കിലത്തെ സസ്പെൻഷൻ. അപ്പോൾ സസ്പെൻഷനൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് സിറ്റി റോഡ്സ് ആയാലും ഇപ്പോൾ കുറച്ച് ഗട്ടറൊക്കെ ആയാലും നമ്മളെ മേത്തേക്ക് അറിയില്ല, നല്ല രീതിയിൽ ഡാമ്പിങ് നടക്കുന്നുണ്ട് നമ്മുടെ സസ്പെൻഷൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ. നമുക്ക് ഈ വണ്ടിയുടെ വെയിറ്റ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രാഫിക്കിൽ കൊണ്ട് നടക്കാം. ടേണിങ് റേഡിയസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് വളയ്ക്കാനൊക്കെ കുറച്ച് സ്ഥലം കൂടുതൽ വേണ്ടി വരും. പിന്നെ ഇത് ഭയങ്കര എയറോഡൈനാമിക്സ് ആണ് വണ്ടിയുടെ. ഷെയ്ക്കിനും എനിക്ക് അങ്ങനെ ഒരു ഹൈ സ്പീഡ് ഞാൻ എടുത്ത് നോക്കിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ച് നമ്മുടെ വിൻ ബ്ലാസ്റ്റൊക്കെ നല്ല രീതിയിൽ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. സാധാരണ ഇങ്ങനത്തെ ഒരു വണ്ടികളിൽ ഹാഫ് എയ്ഡ് വണ്ടിയുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കാറ്റൊക്കെ കയറി വന്ന് ഹൈ സ്പീഡ് കൂടുമ്പോഴത്തേക്കും വണ്ടി ചില സമയത്തൊക്കെ വണ്ടി ഭയങ്കര കൺട്രോൾ പോണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല എയറോഡൈനാമിക്കലി വെൽ ബിൽഡായിട്ടുള്ള ഒരു വണ്ടിയാണ് പൾസർ 220. പിന്നെ നെക്സ്റ്റ് മെയിൻ ഒരു ഇതിന് മാറ്റം വന്നത് നമ്മുടെ FI BS6. അതാണ് ഇതിൽ ഏറ്റവും ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു റിഫൈൻമെൻറ്റ് ശരിക്കും നമുക്ക് 220 നമുക്ക് ഫീൽ ചെയ്യും. നല്ല റിഫൈൻഡാണ് വണ്ടി, നല്ല രീതിയിൽ റിഫൈൻഡായി. ഈ വണ്ടിയുടെ പവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 4000 RPM കഴിയുമ്പോഴാണ് നമുക്കൊരു പുള്ള് ഫീൽ ചെയ്യും. പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, നമുക്കിങ്ങനെ കയറിയൊന്നും വരില്ല. ആ ഒരു 4000 കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒരു പുള്ള് 4000 കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പവറും വണ്ടി മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് അതൊരു നല്ല കാര്യമാണ്. നമ്മൾ അത്ര അഗ്രസീവ് പവറായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല വണ്ടിയിൽ നിന്ന്. നല്ല കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു വണ്ടിയാണ്. ട്രാഫിക്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ട് നടക്കാം. വണ്ടിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ട്രാഫിക് ഫിൽട്ടർ ചെയ്യാനായാലും ശരിക്കും 220 എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, പണ്ടത്തെ ആ ഒരു ജെറ്റ് വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നല്ലേ. കരിഷ്മ R220 ആ ലെഗസി. ഞാനിപ്പോഴും ഓർക്കുന്നു സ്കൂൾ ടൈമിലൊക്കെ ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ പൾസർ, പിന്നെ പൾസറിൻ്റെ കുറേ സ്റ്റണ്ട് ഇവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ എന്നെ രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പൾസറിൻ്റെ ആ ഒരു കാലം. അത് തന്നെ ഞാൻ പറഞ്ഞ ബജാജ് ഇപ്പോഴും അതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് ഹൈ ഗിയേഴ്സിലും നമുക്ക് ലോ സ്പീഡ്സിലും പോകാൻ പറ്റും. ഞാനിപ്പോൾ സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു. വണ്ടിയിൽ നിന്ന് നമുക്ക് നോക്കിങ് ഒന്നും ഫീൽ ചെയ്യില്ല. വണ്ടിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പോകണം ആ ഒരു പവർ പുറത്തേക്ക് പെട്ടെന്ന് പുള്ള് ചെയ്ത് കൊടുക്കും. നമ്മൾ കൈ കൊടുത്താലും വണ്ടി തീരുമാനിക്കും കൈ കൊടുത്തു എന്നാൽ ഞാൻ പയ്യെ കയറി വരുള്ളൂ എന്നുള്ളൊരു ഫീലാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന്. കാര്യം ഇതിൻ്റെ ഒരു പേറ്റൻറ്റ് ടെക്നോളജി ഉണ്ട്. അണ്ടർ ബെല്ലി എക്സോസ്റ്റിൻ്റെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു ബോക്സ് ഉള്ള കാരണം നമുക്ക് ഹയർ ഗിയേഴ്സിൽ നമുക്ക് ലോവർ സ്പീഡ്സിൽ നമുക്ക് പോകാൻ പറ്റും, നോക്കിങ് ഒന്നും ഇല്ലാണ്ട്. അത് പൾസറിൻ്റെ ഒരു ടെക്നോളജിയാണ്. നമുക്കിപ്പോൾ ശ്രദ്ധിച്ച എല്ലാ പൾസർ വണ്ടിയിലും നമുക്ക് കാണാൻ പറ്റും എൻജിൻ്റെ അടിയിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ബോക്സ് എക്സോസ്റ്റിന് തൊട്ട് സൈഡിൽ തന്നെ, എക്സോസ്റ്റിൻ്റെ പൈപ്പിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ബ്ലാക്ക് ബോക്സ് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 40ലാണ് പോകണം 5th ഗിയറിൽ. ഇനിയും കുറയും, നമുക്കൊരു 30 പോയാലും വണ്ടി അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. കൈ കൊടുക്കുമ്പോഴത്തേക്കും പയ്യെ ഒന്ന് കയറി വരുള്ളൂ, നോക്കിങ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് പയ്യെ വണ്ടി കയറി വരുള്ളൂ.
പിന്നെ ആ കയറി വന്ന ആ കൺസിസ്റ്റൻസി കിട്ടിയാൽ പിന്നെ 4000 RPM കഴിയുമ്പോഴത്തേക്കും വണ്ടി കണ്ടോ ആ ഒരു പുള്ള് ജസ്റ്റ് ആ RPM കഴിയുമ്പോൾ ജസ്റ്റ് ഒരു പുള്ള് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെയും കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് വണ്ടിയുടെ ആ പവർ നമുക്ക് ഫീൽ ചെയ്യുക ആ ഒരു 8000 10,000 RPM വരെ. അടുത്ത വണ്ടിയുടെ ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സൊക്കെ ഭയങ്കര സ്മൂത്താണ്. ബട്ട് ക്ലച്ച് കുറച്ച് ഹാർഡർ സൈഡിലാണ്. ക്ലച്ചിനൊരു പ്ലേ ഉണ്ട്. ആ പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഹാർഡ് ഫീൽ ചെയ്യില്ല. നമുക്ക് എന്താ പറയുക സിറ്റിയിലേക്ക് ഓടിക്കാനായാലും അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. ഒരു പ്ലേ ഉണ്ട് ക്ലച്ചിന്. ബട്ട് കുറച്ച് ഹാർഡർ സൈഡിലേക്കാണ് നമ്മുടെ ക്ലച്ച്. പഴയ 220 ഒക്കെ വെച്ച് കാർബ് വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. കുറച്ചും കൂടെ നല്ല റിഫൈൻമെൻറ്റ് ഉണ്ട്. വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പോണ 5000 RPM അടുപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിൽ ടാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഫീൽ ചെയ്യും. 6000 RPM ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഫുഡ് പെക്സിൻ്റെ അവിടെ നിന്ന് പിന്നെ ഒരു 8000 RPM ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വൈസറിൻ്റെ ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ വൈബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഹൈ RPMസിൽ വണ്ടിയുടെ ഫുൾ ബോഡി പാർട്ടും ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. ഇത്രയും വൈബ്രേഷൻസാണ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുക. പിന്നെ ബ്രേക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് ബ്രേക്ക് വെറും ഒരു കടമായിട്ട് അവിടെ ഇരിക്കുവാണെന്ന് എനിക്ക് തോന്നണേ. ബാക്ക് ബ്രേക്കിൻ്റെ ഒരു ഗുണവും ഈ വണ്ടിക്ക് ഞാൻ കാണുന്നില്ല. ഈ വണ്ടി നമ്മൾ നിർത്തണമെങ്കിൽ ഫ്രണ്ട് ബ്രേക്സും പിന്നെ ഗിയർ ഡൗണും അല്ലെങ്കിൽ എൻജിൻ ബ്രേക്കിംഗ് ഉപയോഗിച്ച് നിർത്തിയാലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വണ്ടി നിൽക്കുക. ബാക്ക് ബ്രേക്ക് മാത്രം ചവിട്ടിയാലും നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഫീഡ്ബാക്ക് ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് തോന്നില്ല. പിന്നെ ഈ 220 എന്ന് പറഞ്ഞ വണ്ടി അങ്ങനെ എല്ലാവരും പോയി എടുക്കില്ല. കാര്യം ഇതൊരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഈ ഒരു മെമ്മറീസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് ഈ പൾസർ 220. അതുകൊണ്ട് തന്നെയാണ് ബജാജ് ഈ വണ്ടി ഇപ്പോഴും ഇറക്കണം. കുറേ പേരുണ്ട് ഡോമിനാർ കാണിച്ചാലും 200 NS കാണിച്ചാലും അവർക്ക് ആ വണ്ടി ഒന്നും വേണ്ട. അവർ എല്ലാം കഴിഞ്ഞ് എടുക്കാൻ പോണ വണ്ടി ഈ 220 ആയിരിക്കും. അത് ആ 220നോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഒരു നമ്മുടെ ഓർമ്മകളാണ് എല്ലാവരെയും ഈ ഒരു 220 തന്നെ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഇതിൻ്റെ സീറ്റൊന്നും ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കുഷൻഡായിട്ടുള്ള സീറ്റാണ്. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് പോകാം. പില്ലണായാലും നല്ല ലെങ്ത്തുള്ള സീറ്റാണ്. അപ്പോൾ നല്ല മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും നമുക്ക് ആ സീറ്റിൽ. വണ്ടി നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നടക്കാം. നമുക്ക് അങ്ങനെ ആ ഒരു ഹാഫ് എയ്ഡ് വണ്ടിയാണെന്നുള്ളത് കൊണ്ട് നമുക്ക് അത്രയും ഫ്രണ്ടിലേക്ക് ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എന്നുള്ള ഒരു കാര്യമൊന്നും നമുക്ക് ഒരിക്കലും തോന്നാൻ പോണില്ല നമ്മൾ 220 ഓടിക്കുമ്പോൾ. കണ്ടോ നമ്മൾ ശരിക്കും കൈയെടുക്കുമ്പോൾ ആ എക്സോസ്റ്റ് നോട്ട് ശരിക്കും മാറിയിട്ടുണ്ട്. ആ ഒരു ഹെവി ഫീല് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഈ വണ്ടിയിൽ നിന്ന്. ആ BS6-ൻ്റെ ആ ഒരു മാറ്റങ്ങളാണത് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു എക്സ്ട്രാ കാറ്റ് വന്നപ്പോഴത്തേക്കും സൗണ്ട് കുറച്ച് അടഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കൂടാണ്ട് കുറച്ച് ഹെവി അല്ലെങ്കിൽ ആ ഒരു ബാസ് നമുക്ക് കുറച്ച് കൂടുതലും തോന്നും ഈ വണ്ടിയിൽ നിന്ന്. നമ്മുടെ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ ആയാലും നല്ല രീതിയിൽ കൂടുതലാണ്. എന്ന് വെച്ചാൽ ആ ഒരു 4000 5000 RPM ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണേ. അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ വണ്ടിയുടെ RPM നിൽക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഈ വണ്ടിക്ക് നല്ല സിമ്പിളായിട്ട് ഇപ്പോൾ എനിക്ക് 80-ലൊക്കെ ക്രൂസ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് അത്ര വിൻ ബ്ലാസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല വണ്ടിയിൽ നിന്ന്. ശരിക്കും 90-100 ഒക്കെ ആവണം നമുക്ക് കുറച്ച് വിൻ ബ്ലാസ്റ്റൊക്കെ കിട്ടാൻ. 70-80സിലൊന്നും എനിക്ക് അത്ര ഒരു വിൻ ബ്ലാസ്റ്റ് ഒന്നും ഈ വണ്ടിയിൽ നിന്ന് ഫീൽ ചെയ്യണില്ല. നമുക്ക് ഈ വണ്ടിയിൽ സിമ്പിളായിട്ട് 80-90 ഒക്കെ ക്രൂസ് ചെയ്യാം. വണ്ടിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല. വൈബ്രേഷൻസൊക്കെ വളരെ മൈന്യൂട്ടായിരിക്കും ആ ഒരു സ്പീഡ്സിൽ. അല്ലെങ്കിൽ ആ ഒരു സ്പീഡിൽ നമ്മൾ ക്രൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ആ ഒരു സ്പീഡൊക്കെ നമുക്ക് ക്രൂസ് ചെയ്ത് നടക്കാം വണ്ടിയിൽ. പിന്നെ ഇതിൻ്റെ സ്വിച്ചസൊക്കെ ബാക്ക് ലൈറ്റ് സ്വിച്ചസ് ആണ്. ബ്ലൂ കളറാണ് ഇതിൻ്റെ സ്വിച്ചസിന്. അതിനൊന്നും ഒരു മാറ്റമില്ല. അതൊക്കെ നമ്മൾ ശരിക്കും പൾസറിൽ തന്നെയാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. 220-ലൊക്കെയാണ് അത് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഒരു വേറെ ലെവൽ ഫീലായിരുന്നു ആ സാധനങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ എളംകുളത്തുള്ള ഷോറൂമിൽ നിന്നാണ് എനിക്കിന്ന് വണ്ടി കിട്ടിയേക്കണേ. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ഡ്രൈവ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,49,000 സംതിങ് വരും. അതായത് 1,50,000 വരും പുതിയ BS6 വേരിയൻറ്റ് 220-യുടെ. അപ്പോൾ ഇതിൻ്റെ പഴയ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,38,000 ആയിരുന്നു. അപ്പോൾ ഏകദേശം 12,000-ൻ്റെ ഒരു വ്യത്യാസമുണ്ട്. വ്യത്യാസം അത്രയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ വേണേൽ പറയാം. കാര്യം ഇതിൻ്റെ ആ റിഫൈൻമെൻറ്റും കാര്യങ്ങളും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല FI ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ റിഫൈൻമെൻറ്റും കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ബൾബ് ഇൻഡിക്കേറ്റേഴ്സും
ഓഹ് വല്ലാത്ത അടിയായി പോയി ചേട്ടാ.